رجائي عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا. അദ്ദേഹം പറഞ്ഞു നിർത്തിയത് നമ്മൾ അയൽപ്പക്കത്തെ വീടിന് തീ പിടിക്കുമ്പോൾ അത് വീട്ടിനകത്ത് കയറി വന്ന് ടെലിവിഷനിൽ ചെയ്യുന്ന ആളുകളിലേക്ക് അവനവനിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തത് ദേവജ്യ മാഷ് എഴുതിയ കത്തുന്ന അമ്പലവും തീ പിടിച്ച പള്ളിയും എന്ന ഒരു ലേഖനം പി കുഞ്ഞിരാമൻ നായരുടെയും പി ഉബൈദ് സാഹിബിൻ്റെയും ലേഖനം, അവരുടെ കവിതകളെക്കുറിച്ചുള്ള ഒരു ലേഖനം. അതൊരു 10-60 വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം, ആ കവിതകൾ എഴുതപ്പെട്ടത്. അതിൽ ഉബൈദ് സാഹിബ് പറയുന്ന ഒരു 4 വരികൾ, വിളക്ക് വെക്കുകയും അടുത്തു നിന്നുള്ള മനുഷ്യനെ പോലും തടഞ്ഞു വീഴുമാറി ഇരുണ്ടുപോയി രംഗം എന്ന് അദ്ദേഹം പറയുന്നു. ഈ 60 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരന്ന് പറഞ്ഞ അതേ സ്ഥലത്താണോ നമ്മൾ നിൽക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയായിരുന്നു. ദേവജ്യ മാഷ് എനിക്ക് അധ്യാപകനല്ല, എൻ്റെ സുഹൃത്താണോ എന്ന് ചോദിച്ചാൽ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു, എൻ്റെ വഴികാട്ടിയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, മാഷ് ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കവിത എഴുതുക എന്ന സാഹസത്തിന് മുതിർന്നു. എന്നിട്ടത് ഇബ്രാഹിം മാഷ കൈ കൊടുത്തു തിരുത്താൻ വേണ്ടി. അദ്ദേഹം കുറേ കാലം ഞാൻ ഇങ്ങനെ പിന്നാലെ കൂടിയിട്ട് സർ അതെന്തായി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു കവിത എൻ്റെ കയ്യിൽ തന്നു, നീ തന്ന കവിത. ഞാനത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ എഴുതിയ കവിതയല്ല, അത് വേറെ ഏതോ ഒരു കവിതയാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സർ ഇത് ഞാൻ തന്ന കവിതയല്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ തന്നത്. അത് പിന്നെ വെട്ടിയും തിരുത്തിയും എഴുതി വന്നപ്പോൾ അങ്ങനെ ആയതാണെന്ന് പറഞ്ഞു. അപ്പം അതോടുകൂടി ഞാൻ കവിത എഴുത്ത് നിർത്തി. പിന്നെ എനിക്ക് കവിത എഴുതി വന്നിട്ടില്ല, കാരണം കവിത എഴുതിയാൽ അതിൽ എൻ്റെ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ അങ്ങനെയുള്ള ആളാണ്. ഉറുദുവിലൊരു കവിതാശകലമുണ്ട്, ജാനേവാല കവി വാപ്പസ് നഹീ ആതാ ഹൈ ലേക്കിൻ ഉൻകി യാദ് ആതാ ഹൈ. ആളുകൾ ഒരിക്കലും തിരിച്ചു വരില്ല പോയവർ, അവരുടെ ഓർമ്മകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിം നബിയെ ഇവിടെ ഇപ്പോൾ ഓർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാലത്തിൻ്റെ കരുത്തേറിയ കരങ്ങൾക്ക് മായ്ക്കുവാനാവാത്ത വിധം കാലടിപ്പാടുകൾ ഈ മണ്ണിൽ പതിപ്പിച്ചു പോയ ഒരു മഹാനുഭാവനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാസർഗോഡ് വടക്കൻ കേരളത്തിലൂടെ വീരേന്ദ്ര സാർ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഈ വടക്കിനൊരു പ്രശ്നമുണ്ട്. വടക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ആയി അറിയപ്പെടുന്ന തൃശ്ശൂർ മുതൽ അങ്ങോട്ടല്ലാതെ അതിന് വടക്കോട്ട് സാഹിത്യകാരന്മാർ വന്നാൽ അതുപോലെ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു, കുറച്ചു കാലം മുമ്പത്തെ കാര്യം. അന്ന് ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാർ കോഴിക്കോടും പരിസരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നിട്ട്, മലബാറിൽ ഉണ്ടായിരുന്നിട്ടും വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് അവരെവിടെയും മുതലാണ്. ഇബ്രാഹിം നബിജ കാസർഗോഡ് ജനിക്കുന്നതിന് പകരം ഒരുപക്ഷെ കോഴിക്കോടോ തൃശ്ശൂരോ അതല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലുമോ ജീവിച്ചിരുന്നുവെങ്കിൽ
ചിത്രം വേറെ നോക്കുമ്പോൾ അത്രത്തോളം പ്രതിഭാവിലാസമുണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വിജേന്ദ്രൻ സാർ ഇപ്പോൾ പറഞ്ഞില്ലേ മതിലുകൾ ഇടിയാനുണ്ട്, അത് ഇബ്രാഹിം ബേവിഞ്ചയുടെ ഒരു ലേഖനത്തിൻ്റെ ഹെഡിങ്ങാണ്, ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ്ങാണ്. മതിലുകൾ ഇടിയാനുണ്ട്. എല്ലാത്തിനെ കുറിച്ചും സമകാലികമായ സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളിലൂടെയൊക്കെ തൻ്റെ പ്രതിഭാവിലാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, തൻ്റെ സൂക്ഷ്മദർശിത്വം കൊണ്ട് താൻ നിരീക്ഷിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുകയും സമൂഹത്തോട് നിരന്തരം സംവദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാപ്രതിഭയെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ കേവലം യാദൃച്ഛികമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഞാൻ പ്രസംഗിക്കാൻ വന്നവനല്ല, പ്രസംഗം കേൾക്കാൻ വന്നവനാണ്. ഈ പേരെടുക്കാൻ വന്നവൻ ഇരട്ട പറ്റൂ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. മാത്രമല്ല ഇവിടെ എല്ലാ ചടങ്ങുകൾക്കും എല്ലാ പരിപാടികൾക്കും അതിൻ്റേതായ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും, പ്രാസംഗികന്മാരുടെ ഒരു നിരയുണ്ടാകും. അവിടെ വേറൊരാൾ കയറി വരുമ്പോൾ അത് അധിക പ്രസംഗമായി മാറും. അങ്ങനെയുള്ള ഒരധിക പ്രസംഗത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, വഴികാട്ടി, ജ്യേഷ്ഠ സഹോദരൻ ഇബ്രാഹിം ബേവിഞ്ചിയുടെ പാവന സ്മരണകൾക്ക് മുമ്പിൽ സങ്കടത്തോടെ നിൽക്കാനേ എനിക്ക് കഴിയുള്ളൂ. കാരണം അദ്ദേഹം മരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ഞാൻ കൊടുത്തിരുന്നു. അത് അദ്ദേഹം എഡിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തത്. പള്ളിക്കര ഭാഗത്തുള്ള കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ആരുടെയോ കയ്യിലാണ് അദ്ദേഹം അത് DTP ചെയ്യാൻ ഏൽപ്പിച്ചത്. ഇതിനൊരിക്കലും എന്നെ പോലത്തെ ഒരു പൊഴിമടിയെന്ന് അദ്ദേഹം എന്നെ നിരന്തരമായി വിളിച്ച് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു കൂടുതൽ എൻ്റെ ഫോളോ അപ്പ് നടത്താൻ പറ്റിയിട്ടില്ല. ഒരു 10-20 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കാഞ്ഞങ്ങാട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഉണ്ടാവണം DTP ചെയ്ത് വെച്ചിട്ട്. അതാരെങ്കിലും ഈ സദസ്സിൽ ഇബ്രാഹിം സാഹിബുമായിട്ടും സാറുമായിട്ടും ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിച്ചിട്ട്, ആ കാഞ്ഞങ്ങാട്ട് സഹോദരൻ ആരാണെന്ന് എനിക്കറിയില്ല, DTP ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. അതൊന്നും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇബ്രാഹിം ബേവിഞ്ചിയുടെ അവതാരികയോടുകൂടി ആ പുസ്തകം ഇറങ്ങണമെന്നായിരുന്നു. അതൊരിക്കലും നടക്കില്ല. ആ നടക്കാത്ത മോഹം അത് ഒരു മോഹഭംഗമായി അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി. അപ്പോൾ തന്നെ സാഹിബിന്റെ പോലത്തെ പ്രശസ്തരായ കാസർഗോഡുകാർ, തളങ്കര പോലത്തെ ദേശങ്ങളിൽ നിന്ന് വന്നവരൊക്കെ കാസർഗോഡിന്റെ അഭിമാനമായിട്ട് മാറിയതാണ്. കൂടാതെ ഇബ്രാഹിം ബേവിഞ്ച മാഷ് 2023 അദ്ദേഹം ഇവിടെ പറയുമ്പോൾ ഞാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. അതിനുശേഷം അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാനും പറ്റിയിട്ടുണ്ട്. കുറെ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് ഞങ്ങൾക്ക് തന്നെ വാങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവാർഡിൽ ഞങ്ങൾ പോലെ അല്ലെങ്കിൽ ആർ.കെ. നാരായണൻ മാൽഗുഡി സൃഷ്ടിച്ച പോലെ തോമസ് കടല ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേര് ചിസർഗള എന്നായിരുന്നു. ചിസർഗള എന്ന വാക്കെന്ന് പറഞ്ഞാൽ ചിന്തയും സർഗാത്മകതയും, അതുപോലെ തന്നെ കാസർഗോഡ് ചില പോലെ ചിസർഗ എന്ന് മാത്രം പറയുമ്പോൾ അതിലൊരു അപൂർണത ഉള്ളതുകൊണ്ട് ജീവിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് നമ്മളിൽ നിന്ന്, അഥവാ നേരത്തെ പറഞ്ഞ വിജയചന്ദ്ര മാഷിന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ആരുമില്ലാത്ത മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അരികവൽക്കരിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരുപാട് പേര് കവലകളിലുണ്ട്. അവരുടെ ജീവിതം ആണ് ശരിക്കും കവലകൾ നമ്മൾ നോക്കിക്കാണേണ്ടത്. തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മേഖല ശ്രദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു അവാർഡ് നൽകിയതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ കോളേജിൽ നിന്നും മറ്റു കോളേജിൽ നിന്നും ഒരുപാട് നല്ല മാഗസിനുകൾ പുറത്തു വരട്ടെ. സർഗാത്മകതയുടെ ചിന്തകളുടെ പുതിയ തലങ്ങൾ കുട്ടികളിൽ രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വെച്ചാല് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായ പ്രൊഫസർ KP ജയരാജ മാഷിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഇബ്രാഹിം ബേവിഞ്ച മാഷ്.
അപ്പൊ ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പ്രൊഫസർ KP ജയരാജന്റെ വാക്കുകളിൽ കൂടി ഞാൻ ഒരുപാട് കേട്ട 3 വ്യക്തിത്വങ്ങളാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷ്, പിന്നെ ഒന്ന് ഡോക്ടർ MA റഹ്മാൻ, പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ ശേഷാദ്രി മാഷ്. ഈ 3 പേരും, പിന്നെ അവരെ കൂട്ടത്തിൽ ഒരാളെയും കൂടി എന്നും ഏട്ടൻ പറയാറുണ്ട്, നമ്മളെ മരിച്ചുപോയ നടൻ സുകുമാരൻ മാഷ് എന്നാ പറയാ എപ്പോഴും. സുകുമാരൻ മാഷ് അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണെന്ന്. അപ്പം ഞാൻ ഈ 4 പേരുകളൊക്കെ കേട്ടിട്ടാണ്, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠത്തിനെ കല്യാണം കഴിച്ചിട്ട് ആ വീട്ടിൽ വരുന്നത്. അപ്പം അന്ന് മുതലേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പേരുകളും പലതരം സാംസ്കാരിക പരിപാടികളിലും എന്നെയും കൂട്ടുമായിരുന്നു ഏട്ടൻ. ഒട്ടുമുക്കാൽ ഏട്ടൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിലും ഞാനും പോകും. ഒരു കുഞ്ഞുടുപ്പലിട്ടിട്ടാണ് ഞാൻ അന്നേരം പോകാറുള്ളത്. പിന്നെ എനിക്ക് അതായത് വിനയൻ മാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ വളരെ അടുത്ത ബന്ധുവാണ് വിനയൻ ചന്ദ്ര മാഷ്. മാഷിന്റെ പ്രസംഗം കേട്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് എപ്പോഴും അറിയാറില്ല. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം മാഷിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിന്റെ ഒരു പ്രോഗ്രാമിന് മാഷായിരുന്നു. എൻ്റെ കുട്ടികൾ പറഞ്ഞിരുന്നു, ടീച്ചറെ കുറച്ചും കൂടി വേണമായിരുന്നു ഈ പ്രസംഗമായിട്ടല്ല, നമ്മളെല്ലാം അവിടെ പിടിച്ചിരുത്തും മാഷിന്റെ കവിതകളും അതൊക്കെ കൊണ്ട്. പിന്നെ ഈ കാസർഗോഡ് ആയിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. കാസർഗോഡ്, ഞാൻ കാഞ്ഞങ്ങാട്ടുകാരിയാണ് ശരിക്കും. കാഞ്ഞങ്ങാടാണെങ്കിലും ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഡിഗ്രിക്ക് ആദ്യം എനിക്ക് കാഞ്ഞങ്ങാടിനെ വന്നിട്ട് ഞാൻ അതിന് നമ്മളെ ടൗൺ ഹാളിൽ നിന്നായിരുന്നു മത്സരം നടത്തിയത്. അപ്പൊ മാഷിന്റെ സ്മരണാർത്ഥാണ് എന്ന് തോന്നുന്നു എനിക്ക് ആ മത്സരം നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ വരികൾ ഇങ്ങനെയാണ്: യാ റസൂലുള്ളാഹ് കരുണക്കടൽ മുഹമ്മദി, ഖൈറുൽ വരായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി. അർവാഹുകൾക്കധിപതി അശ്റഫുൽ ഖൽഖ് നബി സൈറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം. അധ്യാപകനായിരുന്നില്ല എങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന BDS പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷ് മെയിൻ അതിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു. അന്ന് കോളേജിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവി എന്ന രൂപത്തിൽ വളരെ ഒതുങ്ങിക്കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അന്ന് കോളേജിൽ MA റഹ്മാൻ മാഷ്, അതുപോലെ തന്നെ ഹമീദ് കൂട്ടിക്കുളം എന്ന് പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് നമ്മുടെ ജീവിതത്തിലും ഒക്കെ വലിയ എഴുത്തുകാരായി മാറി എന്നുള്ള കാര്യം നമുക്കറിയാം. ബേവിഞ്ച മാഷ് നമ്മുടെ കാസർഗോഡ് പ്രദേശത്തെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കോലായി ലൈബ്രറിയും അതുപോലെ തന്നെ ബേവിഞ്ച മാഷയുടെ പേരിലുള്ള ഫൗണ്ടേഷനും സംയുക്തമായി തീരുമാനിച്ചപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് കാണിച്ച ഒരു ആദരവാണ്, ബഹുമതിയാണ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇത്രമാത്രം വലിയ നല്ലൊരു ആൾക്കാരുടെ പങ്കാളിത്തം എന്നുള്ളത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്മരണാഞ്ജലിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ബേവിഞ്ച മാഷെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. വലിയൊരു എഴുത്തുകാരൻ, നിരൂപകൻ, അങ്ങനെ ഒരുപാട്. അദ്ദേഹത്തിൻ്റെ MPhil നിന്ന് പറയുന്നത് നേരത്തെ മാഷ് സൂചിപ്പിച്ചു MTയുടെ കഥകളെ കുറിച്ചാണ്. അതേപോലെ എനിക്ക് തോന്നുന്നത് പ്രസക്തി എന്നുള്ള ആ പരമ്പര കുറിപ്പുകൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.
ഞാനിപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ലൈബ്രറിയിൽ നിന്ന് അതിൻ്റെ പുസ്തകം, ആ കുറിപ്പുകൾ പുസ്തകമായി വന്നിട്ടുണ്ട്. കാഴ്ച എന്നും സ്മൃതി എന്നുള്ള 2 ഭാഗങ്ങളാണ് അതിനകത്തുള്ളത്. സ്മൃതി എന്നുള്ളത് പല നേതാക്കന്മാരും സ്വീകരിച്ചിനെയും അതുപോലുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. അതുപോലെ മറ്റ് കാഴ്ച എന്നുള്ളത് അത് ചന്ദ്രിക ദിനപത്രത്തിൽ അതിൻ്റെ വരാന്ത പതിപ്പിലാണ് ആ പ്രതികരണം എന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നത് പോലെയും നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത് പോലെയും അതൊരു പാർട്ടിയുടെ മുഖപത്രമാണ്. ആ പാർട്ടിയുടെ മുഖപത്രത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ലേഖനങ്ങൾ അത് കാലികമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ചിന്തിക്കാൻ ഇന്നും എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നില്ല, നമുക്ക് തന്നെ സംശയമാണ് ഇങ്ങനെയുള്ള ഒരു പാർട്ടി പത്രത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്. അതിൽ വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട്, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ അത് NS മാധവൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുത്തി എന്നൊരു കഥ എഴുതുകയുണ്ടായി. ആ കഥയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്നു. അതുപോലെ തന്നെ 1989-90 കാലഘട്ടത്തിൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്ന അവജയത്തെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് മേഖലയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു മൂല്യച്യുതിയെ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ മാഗസിൻ ഇവിടെ അതിന് അവാർഡ് കൊടുക്കുകയുണ്ടായി. ഈ മാഗസിനെ സംബന്ധിച്ച് കോളേജ് മാഗസിനെ കുറിച്ച് ഒരു അതിമനോഹരമായ കുറിപ്പ് അതിനകത്തുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ഭാവിയിലേക്ക് വളരുന്ന എഴുത്തുകാർ അവരുടെ രചനകൾ ആദ്യമായി പ്രകാശിപ്പിക്കപ്പെടുന്നത് ഇത്തരം മാഗസിനിലാണ്. പക്ഷെ മാഗസിൻ ഈ കോളേജിന്റെ 1-2 വർഷം കഴിയുമ്പോൾ അത് ഏതെങ്കിലും ചാവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമാണ് എന്നും അവർ അധ്വാനിച്ച് വളരെ നാളത്തെ നാമ്പുകളായി വളരേണ്ട എഴുത്തുകാരുടെ രചനകൾ പിന്നീട് ലോകം കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പത്രമാസികകളും അതുപോലെ തന്നെ മറ്റ് മേഖലകൾ അവർക്ക് വില കൊടുക്കുന്നില്ല. അത് വെറും ചപ്പും ചവറുമായി മാറിപ്പോകുന്നു എന്നുള്ള ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആ പ്രസക്തി എന്ന് പറയുന്ന അത് 94 എഴുതിയ ആ കുറിപ്പ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് എങ്ങനെ അറിയില്ല, നമ്മുടെ KM മനീഫ് എങ്ങനെയാണ് ഈ നമ്മുടെ ഈ മാഗസിന് തന്നെ ഈ നമ്മുടെ ബേബിച്ച മാഷയുടെ പേരുള്ള ഈ അനുമോദനം കൊടുക്കണം എന്നുള്ളത് എങ്ങനെ ചിന്തിച്ചു എന്ന് എനിക്കറിയില്ല. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ആ നമ്മുടെ മാഗസിനെ സംബന്ധിച്ച് അതിന്റെ ഒരു പ്രസക്തിയെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നതിന് വേണ്ടി അത് എന്തോ എങ്ങനെ പറ്റിയെന്നതല്ല, തീർച്ചയായിട്ടും ഏറ്റവും ഉചിതമായ കാര്യമായി എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ പ്രസക്തി എന്നുള്ള ആ പുസ്തകം ഓരോ പ്രാവശ്യം വായിച്ചാലും നമുക്ക് കാലികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് അത് മനോഹരമായി പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്മരണാഞ്ജലി ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിലും അദ്ദേഹത്തിന്റെ എഴുത്തുകളെയും അദ്ദേഹത്തിന്റെ ചിന്തകളെയും അദ്ദേഹത്തിന്റെ എല്ലാ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഒന്നും എപ്പോഴും ഓർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അത് പോയി. അപ്പോൾ ഇയാൾ ചോദിച്ചതിനോട് ഹമീദ് എന്ത് ചെയ്യണം? ഞങ്ങൾ സാരില്ല ശ്രമിക്കുന്നത് ഈ കോപ്പി അടിക്കാത്ത ലോകം വഴിയുള്ളത് ഇതാദ്യമായി പിടിച്ചതെന്ന് മാത്രം, ഇതൊക്കെ കണ്ട് നടക്കുന്നില്ല. ഇത് കോപ്പി അടിച്ചില്ല, നോക്കി എഴുതുകയാണ് ചെയ്തത്. ഞാൻ അവരെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവന് 10 മിനിറ്റ് സമയം പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. അവിടെ എഴുതി തീർത്തു. ബാക്കിയുള്ള പരീക്ഷകൾ എഴുതി. ഇന്ന് ആ കുട്ടി ഡിഗ്രിയും PG കഴിഞ്ഞ് സ്പെഷ്യൽ എഡിറ്റിംഗ് കളഞ്ഞിട്ട് അബുദാബിയിൽ പ്രതിമാസം 3.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു കുട്ടിയായി മാറിയിട്ടുണ്ട്. അന്ന് അത് മാറ്റിയിട്ട് പരീക്ഷയിലൊക്കെ പെടുത്ത് പുറത്താക്കിയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കഥ എന്തായിരുന്നു? ഇപ്പം ഞാൻ പറയാൻ വേണ്ടി ഇവർക്ക് പോകുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞത് ദേവൻ സാറിനെ വിട്ട് പറയുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്തു, എങ്കിലും ആത്മാവിന് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മയിച്ച മറക്കരുത് എന്ന് പറഞ്ഞത്. പിന്നെ സച്ചിദാനന്ദൻ്റെ ആ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. എന്നാൽ കാരണവും അതുതന്നെ ആരോഗ്യപരമായി വളരെ വീക്കാണ്. അതൊരു ന്യൂറോളജിക്കൽ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർമാർക്ക് ഇതൊന്നൊരു കച്ചവടമുണ്ട്. നിങ്ങളൊരു ഡോക്ടറെ കാണാൻ ചെന്നാൽ ഒന്നുമില്ല, എനിക്കൊരു കിരിയുന്നുണ്ട്, തലയാർക്ക് വന്നു, ഉടനെ ന്യൂറോളജിക്കൽ സർവേ 5500 രൂപയാണ് അതിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നത്. പിന്നെ എടുത്ത് വേറൊരു എവിടെയെങ്കിലും കൊടുത്തു 7500 രൂപ കഴിഞ്ഞ്. ഇന്നലെ എന്നിട്ട് അതിന് മരുന്ന് തന്നത് ഒരു ഗുളികൾക്ക് 4 രൂപ വരെയുള്ള ഒരു മാസം കഴിക്കാനുള്ള മരുന്നാണ് തരുന്നത്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിത കഥകൾ ഇങ്ങനെ പോവുക. ആ പോകുമ്പോൾ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്കാനിങ് എൻ്റെ നാടായ ചെറുക്കളയിലുണ്ട് സൈനബ് കോളേജിലേക്ക് കിട്ടിയത് വളരെയേറെ സന്തോഷിക്കുന്നു ഞാൻ. പിന്നെ സൈനബ് കോളേജിൽ ഞാനായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. പല കാര്യങ്ങളും ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേമാതിരി സ്കാനിയ, ഞാൻ ആദ്യം സ്കാനിയനെ പേര് കേൾക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് സ്കാനിയ. അവർ പിന്നെ ഉറക്കില്ല. അതേമാതിരി ഇപ്പോൾ നമ്മൾ ടൂർ കൊണ്ടുപോയി കാശ്മീറായിട്ടും കന്യാകുമാരി. ഇപ്പോൾ ഞങ്ങൾ അടുത്ത മാസം 19-20 ഞങ്ങളെല്ലാവരും ലക്ഷദ്വീപിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സമയം കളഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ക്ഷണിച്ച് എല്ലാവർക്കും നന്ദി. ഇബ്രാഹിം സാറിന് എൻ്റെ കണ്ടോളൻസ് അറിയിക്കുന്നു. ഈ കുടുംബത്തിനോട് ഞാൻ നിങ്ങളെ നന്ദി ഉണ്ടാവും. ഈ സദസ്സിൽ കാരണം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കോലായും ഇബ്രാഹിം സാർ ഫൗണ്ടേഷനും കൂടി ഒന്നിച്ച് പരിപാടി നടത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തുമ്പോൾ നമ്മുടെ അനീഫായിരുന്നു നേരത്തെ പറഞ്ഞത്. അന്ന് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ആയിട്ട് അധ്യക്ഷം വഹിച്ചിരുന്നത്. ആ പരിപാടിയിലും ഒരുപാട് ആൾക്കാർ സംബന്ധിക്കുകയുണ്ടായി. കാരണം എനിക്ക് ഇബ്രാഹിം ബേബി തന്നെ പരിചയപ്പെടുന്നത് അന്ന് കാസർഗോഡ് ചന്ദ്രിക ലേഖനായിരുന്നു ഇബ്രാഹിം ബേബി. അതിലൂടെയുള്ള ഒരു ബന്ധം അന്ന് MSF പ്രവർത്തിക്കുന്ന സമയത്ത് ചന്ദ്രിക ഓഫീസുമായിട്ടുള്ള ബന്ധം അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ ഏകദേശം 34 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എപ്പോഴെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം അവസാന ഘട്ടത്തിൽ ദുബൈ ഒന്ന് സന്ദർശിക്കുകയുണ്ടായി. ശാരീരിക ആരോഗ്യം ഇല്ലാത്ത സമയത്തായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. നടക്കാൻ പോലും പ്രയാസമുണ്ടായിരുന്ന ആ ഘട്ടത്തിൽ. അന്ന് ഞങ്ങൾ KMCC നല്ലൊരു സ്വീകരണം ബേബിജിക്ക് നൽകുകയുണ്ടായി. ആ യോഗത്തിൽ എനിക്ക് ഗൾഫ് രാഷ്ട്രം ദുബൈയിലൊന്നും വരാൻ സാധിക്കില്ല എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അവിടെ. അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കേരളത്തിലെ പല പ്രമുഖന്മാരും ആ സ്റ്റേജിൽ സന്നിധരായിരുന്നു. എല്ലാ ആൾക്കാരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഇത്ര നല്ല കഴിവുള്ള ഒരു സാഹിത്യകാരനും പ്രാസംഗികനും ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനാണ് കോഴിക്കോട് നിന്ന് കണ്ണൂർന്ന ആൾക്കാരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിച്ച ആൾക്കാർ പല ആൾക്കാരും ഇങ്ങനെ പറയുകയുണ്ടായി. അത് വളരെയധികം അഭിമാനം ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായി. നമുക്കറിയില്ല നമ്മൾ എത്ര കാലമായിരിക്കും ഇന്ത്യയിലെ പൗരന്മാരെന്ന്. അത്തരമൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ എന്ന റിപ്പബ്ലിക് കടന്നുപോകുന്നത്. അവിടെ തന്നെയാണ് ബേബിഞ്ച മാഷിന്റെ പ്രസക്തി കടന്നു വരുന്നത്. നമുക്കറിയാം ബേബിഞ്ച മാഷ് തന്റെ ജീവിതകാലത്ത് അതിശക്തമായ ഇടപെടലുകൾ ഈ സമൂഹത്തിൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്മരിക്കുവാൻ ഇന്നിവിടെ ഒത്തുചേർന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത വന്നത് കാലം കഴിയുന്തോറും ഒരുപക്ഷെ അവരെ ഓർക്കുന്നവർ സാധാരണ കുറഞ്ഞു വരാറാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വലിയ ഒരു പൗരാവലിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു കുടുംബാംഗം എന്ന നിലയിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവം കൂടിയാണ്. അറിയാം, ബേബിഞ്ച മാഷ് പ്രത്യേകിച്ചും സൈനബ് കോളേജിലെ കുട്ടികൾ, ബി.എഡ് കോളേജിലെ കുട്ടികൾ, അവരുടെ മാഗസിൻ മാഷിന്റെ പേരിൽ മുഹമ്മദ് ഹനീഫ് മുൻകൈയെടുത്ത് ഏർപ്പെടുത്തിയ കോലായി ലൈബ്രറി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അവാർഡ്
അത് അവർക്ക് ലഭിച്ചതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഇത് അവരിൽ ഏൽപ്പിക്കുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗോ അഹെഡ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്ന മനുഷ്യരാണ് ജെയിംസ് മാഷ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെയിംസ് മാഷ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രസക്തി എന്ന തന്റെ കോളത്തിലൂടെ ഇന്ന് മാഷിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് കിട്ടുന്നതിലൂടെ മറ്റൊരർത്ഥത്തിൽ പുതിയ എഴുത്തുകാർ, എല്ലാം കൊണ്ടും പുതിയ എഴുത്തുകാരാണ്. കാരണം ക്യാമ്പസുകളിലാണ് മെയിനായിട്ട് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. യുവ എഴുത്തുകാരൊക്കെ ഉണ്ടാവുന്ന അവിടെയാണ്. മാഷ് ഇപ്പോഴും നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പുതുതലമുറയും ഈ അവാർഡ് കൊടുക്കുന്നിടത്തോളം കാലം ഓരോ വർഷവും പുതിയ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാഷ് മാറുന്നതാണ്. നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. മാഷിനെ അനുസ്മരിക്കുന്നു. ശക്തമായ ഇടപെടലുകൾ മാഷ് തന്റെ എഴുത്തിലൂടെ നടത്തിയിരുന്നു. നമുക്കറിയാം സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഇടപെടലുകൾ നടത്തുന്നു. അത് കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ സമയത്ത് ചെയ്യുന്നു എന്നതാണ് അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ ജെൻസി ഒരുപക്ഷെ നമ്മളൊക്കെ ഒരല്പം സിനിക്കലായി തന്നെ നോക്കിക്കണ്ടിരുന്ന ഒരു കൂട്ടരാണ്. എന്ത് കുറ്റം പറയാ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാറ്റയെ കണ്ടപ്പോൾ വീട്ടിലേ അതിനെ കൊല്ലണോ വിടണോ എന്ന് ഞാൻ സംശയിച്ചു. അത് പറന്നു പോയിക്കോട്ടെ എന്ന് ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചു. അത്രമാത്രം യുവതയെ കോരിത്തെരിപ്പിച്ചതിനപ്പുറം പ്രലോഭിപ്പിച്ച ഒരു പ്രസ്ഥാനമായി ഈ CJP അല്ലെങ്കിൽ കോക്രോച്ച് മാറിയിരിക്കുന്നു. നമുക്കറിയാം അവിടെ നടത്തിയ ഇടപെടലുകൾ, ശക്തമായ ഇടപെടലുകൾ പലരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സോനം വാങ്ചുക് അതുവരെ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു വ്യക്തിത്വം. കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തി എന്നുള്ളത് 21-22 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സമരം ചെയ്യുന്ന ഒരു ദിവസം തന്നെ വാങ്ചുക് മലനിരകളിലേക്ക് പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ആ സമരമുഖത്ത് കണ്ട മറ്റൊരു ശക്തമായ ഇടപെടലാണ് ഒരു ചായക്കടക്കാരൻ. കുട്ടികൾക്ക് കൃത്യമായി ഭക്ഷണ സാധനങ്ങൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ഭീതി എന്നൊന്നും അയാളിലില്ല. നമ്മളെ വിളിക്കുന്ന ഭൂരിഭാഗവും നമ്മളെ ഭയം ഗ്രസിച്ചിരിക്കുന്നു. ഫാസിസത്തിന്റെ ദംഷ്ട്രകളാണ് ഈ പറയുന്ന ഭയം. നമ്മളെ ഭയപ്പെടുത്തും. ഈ ഭയത്തിലൂടെ നമ്മളെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ മാഷ് ശക്തമായ ഇടപെടൽ നടത്തിയിരുന്ന മാഷിന്റെ എഴുത്തിലൂടെയാണ്. വൈജ്ഞാനിക മേഖലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ അക്കാഡമിക് രംഗത്ത് മാത്രമല്ല, പോളമിസ്റ്റ് മാത്രമല്ല, മാഷ് സാംസ്കാരിക മണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും സജീവമായ അങ്ങേയറ്റം പൗരബോധം നിറഞ്ഞ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും ഇതിന്റെ റെലവൻസ് എന്താണ് ശരി? ഞാൻ അവനോട് പറഞ്ഞു, ഇതിന്റെ റെലവൻസ് പറഞ്ഞ പുള്ളി ഈ സമൂഹത്തിൽ കാസർഗോഡ് പൗരാവലി അല്ലെങ്കിൽ പുള്ളിയുടെ ജീവമണ്ഡലത്തിൽ പുള്ളി നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ തന്നെ, പുള്ളിയുടെ സംഭാവനകൾ തന്നെ, അത് ഓരോ വ്യക്തിയും ചെയ്യുന്നുണ്ട്. നാളെ ആളിപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ പാസ്സായിരിക്കുന്ന ആളാണ്. നാളെ നിങ്ങൾക്ക് 4, 5, 6 വർഷം കഴിയുമ്പോൾ മകനെ നീ ഒരു ഡോക്ടറായി നാട്ടിൽ വന്നാൽ ഈ നാട്ടിലെ ആരോഗ്യരംഗത്ത് നിനക്ക് ശക്തമായ ഇടപെടലുകൾ നടത്താൻ. ഈ ഇടപെടലുകൾ നടത്തണമെങ്കിൽ നമുക്ക് അതിശക്തമായ നിലപാടുകൾ ആവശ്യം. ഓരോ ഇൻഡിവിജ്വൽ എന്ന നിലയിലും നമുക്ക് ശക്തമായ നിലപാടുകളുടെ ആവശ്യകതയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.
എങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ നമ്മൾ സ്വാംശീകരിക്കുന്നത്, അതെങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിയെയും അയാളുടെ നിലപാടുകളിലേക്ക് എത്തിക്കുന്നത് അവരുടെ നീതിബോധമാണ്. എവിടെ നിന്നാണ് ഈ നീതിബോധം വരിക? ഈ നീതി പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കേൾക്കുന്ന കുറവാണ്. എന്റെ മനസാക്ഷി അതിനെ സമ്മതിച്ചില്ലല്ലോ. ഈ മനസാക്ഷിയെ നമ്മൾ എവിടെയും അടിയറ വെക്കാതിരിക്കുകയാണെങ്കിൽ, കൃത്യമായ നീതിബോധം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, കൃത്യമായ നിലപാട് നമ്മൾക്കുണ്ടെങ്കിൽ, കൃത്യമായ ഇടപെടലുകൾ ഈ സമൂഹത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ധന്യമാണ്. നമുക്കറിയാം, ഒരു രാഷ്ട്രസങ്കല്പം എന്ന നിലയിൽ ഓരോ പരീക്ഷണ ഘട്ടത്തിലൂടെയും കടന്നു പോവുകയാണ് നമ്മുടെ മാതൃരാജ്യം. ഇത് ഇന്നലെയും തുടങ്ങിയല്ല, 10,000 വർഷങ്ങൾക്ക് മുന്നേ ഗാന്ധിജിയെ കുറിച്ചുമാണ് കൂടുതൽ വായിച്ചറിയാൻ. പുതിയ തലമുറയ്ക്ക് ഗാന്ധിജി വേണ്ട, നെഹ്റു വേണ്ട, അവർ കൂടുതൽ അറിയാനായിട്ട് ഗോഡ്സെയെ കുറിച്ച്. അതിനൊരു ബ്രോഡർ സെൻസിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റുപാടിൽ കാണുന്നതൊക്കെ വായനയുടെ ഭാഗമാണ്. രാവിലെ ഉണർന്നേറ്റാൽ നമ്മൾ കേൾക്കുന്ന 5 മണിക്കോ 6 മണിക്കോ പ്രഭാതത്തിൽ കേൾക്കുന്ന പക്ഷികളുടെ കളകൂജനം, അതും ഒരു വായനയാണ്. നമ്മൾ പ്രകൃതിയെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളും ചീത്തയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കാണുകയും നമ്മൾ അതുകൂടി പ്രതികരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നത് ഒരു വായന. ഈ സമൂഹത്തെ മൊത്തമായി നോക്കിക്കാണുക എന്നുള്ളത്, ആ വായനയിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു പൗരബോധമുള്ള ഒരു വ്യക്തിയായി നമ്മുടെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഇത് ഓരോന്നും എവിടെ കിടക്കാണ് ഇപ്പോൾ. ജസ്റ്റിസ്, ഒരുപക്ഷെ കോക്രോച്ച് എന്ന വാക്ക് അതിനെ മനോഹരമായി ഉപയോഗിക്കാനല്ല, അതിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ആത്മീയ ആചാര്യൻ എന്ന് വിളിക്കാവുന്ന ഒരർത്ഥത്തിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു കമന്റാണ് ആ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, അതിന്റെ വീഡിയോസ് കാണാൻ പോലും നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റത്തിന് സമയമില്ലെന്ന് വന്നിരിക്കുന്നു. എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്? ഒരു കൈ കൊണ്ട് സ്വാതന്ത്ര്യം തരുന്നു, മറു കൈ കൊണ്ട് ആ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കുന്നു. വേറെ ഇക്വാലിറ്റി, some are more equal. All are equal, but some are more equal. എവിടെ പോയിരിക്കുന്നു? നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? അതിഭീഷണമായിട്ട് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ സാഹോദര്യം അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റിയുടെ കടയ്ക്കലാണ് കത്തിവെച്ചിരിക്കപ്പെട്ടിരിക്കുന്നത്. ജാതി മതഭേദമെന്ന് നമ്മളെല്ലാം ഇന്ത്യക്കാരായി, ഒരേ രാജ്യത്തെ പൗരന്മാരായി. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്നൊക്കെ പ്രതിജ്ഞ എടുത്ത കാലം ഇന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. ഈ സാഹോദര്യം, ഫ്രട്ടേണിറ്റി, അതൊരിക്കലും തകർന്നു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രട്ടേണിറ്റി, നമ്മുടെ സാഹോദര്യം, അത് നിലനിർത്താൻ വേണ്ടി അതിനുള്ള പരിശ്രമമാണ് ഇതുപോലുള്ള കൂട്ടായ്മകളുടെ നമ്മളുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മൾ ഇടപെടലുകൾ. അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത്, അവശ്യം വേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ ഒരിടത്തും നമ്മുടെ മനസാക്ഷി നമ്മൾ പണയം വെക്കുക. ഒരു അനീതി കണ്ടാൽ നമ്മൾ എതിർത്തേ പറ്റും. നമുക്ക് കാണാൻ പറ്റും, ഉദാത്തമായ ചില ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. പെഡ്രോ സാഞ്ചസ് ഓഫ് സ്പെയിൻ ഗസയിലെ ജനസൈഡിനെ കുറിച്ച് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും ഒരു രാഷ്ട്രത്തലവൻ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രാൻസിസ്കോ ആൽബനീസ് UN ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും മനുഷ്യാവകാശങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടൊരു സെല്ല് അവിടെ ഉണ്ടെന്നും അത് ഇത്ര ശക്തമാണെന്നും ഫ്രാൻസിസ്കോ ആൽബനീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യൂബ
ക്യൂബ എന്നൊരു രാഷ്ട്രം. ഓരോ രാഷ്ട്രവും ഈ നാട്ടിൽ ഓരോ ഇടപെടലുകൾ നടത്തുന്നു. പക്ഷെ ക്യൂബ എന്ന രാഷ്ട്രം ലോകത്ത് നടത്തുന്ന ഇടപെടൽ ഒരുപാട് വിഷഗ്വരന്മാരെ നാടിൻ്റെ നാനാഭാഗത്തേക്കും അയക്കുന്നതിലൂടെയാണ്. They are not exporting terrorism. They are exporting doctors. ഇതാണ് ഡിഫറൻസ്. നമ്മുടെ ഇടയിലുള്ള ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന ജെൻസി വിപ്ലവത്തിന് അല്ലെങ്കിൽ കോക്രോച്ച് CJPയുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫാസിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാളെയും അത് വെറുതെ വിടാൻ പോകില്ല. നമ്മൾ കരുതിയിരിക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല കുട്ടികളും അതിൽ ഇൻവോൾവ് ഉണ്ട്, പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, പല രക്ഷിതാക്കളും പോയിട്ടുണ്ട്. അവരൊക്കെ തേടിയൊക്കെ അധികാരത്തിന്റെ കരങ്ങൾ എത്താതിരിക്കുന്നു. നടത്തേണ്ട സമയം ആകുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പപ്പയുടെ ഈ അനുസ്മരണം, പപ്പയുടെ ആത്മകഥയുടെ പ്രകാശനം തൊട്ട്, അതായത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മുന്നേ തുടക്കത്തിൽ, ഇത് 3ാമത്തെ വർഷമാണ്, അത് വളരെ മനോഹരമാക്കി തീർത്തത് മിസ്റ്റർ സ്കാനിയാണ്. സ്കാനിയ എന്ന പേര് നിങ്ങൾ പലരും പറഞ്ഞു കണ്ടു. ഈ പേര് ഐ കം അക്രോസ് ദിസ് നെയിം ഇൻ 1998. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ള സമയത്താണ് സ്കാനിയ എന്ന പേര് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞങ്ങളെ യാർഡിലേക്ക് വന്നത് സ്കാനിയ എന്നൊരു വെഹിക്കിളാണ്. ഐ വാസ് ഇൻസ്പെക്ടിങ് ഇറ്റ്. ഞങ്ങളുടെ ഫ്ലീറ്റിലേക്ക് പുതുതായിട്ട് വന്നൊരു ട്രക്കായിരുന്നു സ്കാനിയ, ഒരു പുതിയ കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ്. അതുവരെ ഞങ്ങൾ കംപ്ലൈൻറ്റ് മെഴ്സിഡസ് ബെൻസും അതുപോലുള്ള ട്രക്സൊക്കെയാണ് ഉപയോഗിച്ചത്. അയാൾ എന്തെല്ലാമോ ആണ്. ഏതൊരു കാര്യവും സ്കാനിയനെ ഏൽപ്പിച്ചാൽ നമ്മൾ ഫ്രീ ആണ്, നമുക്ക് സ്വസ്ഥമായിരിക്കാം. ബാക്കിയൊക്കെ സ്കാനിയർ നോക്കും. അതുപോലെ തന്നെ ആ ആത്മകഥാ പ്രകാശനത്തിന് കോലായി പ്രവൃത്തി, അതിന്റെ പിന്നണി പ്രവർത്തകരുണ്ട് ഷഹാനി, ഇവരെല്ലാവരും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും വളരെ ഭംഗിയായി നടത്തുവാൻ. കഴിഞ്ഞ വർഷം നമുക്ക് ഹാളൊന്നും കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കാനിയോട് പറഞ്ഞു, സ്കാനിയ വേറൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളുടെ ചരമദിനം അത് ആ ദിവസമല്ലേ നടത്താൻ പറ്റും. സ്വാതന്ത്ര്യദിനെ മാറ്റി വെക്കാൻ പറ്റും, രക്തസാക്ഷി ദിനം മാറ്റി വെക്കാൻ പറ്റും, പറ്റില്ല. അതേപോലെ ആ ചരമദിനം നമുക്ക് മാറ്റാൻ പറ്റില്ല, സെയിം ഡേയിൽ തന്നെ നടത്തണം. എങ്കിലും സ്കാനിയ ഉത്സാഹിച്ച് ഈ സംഭവം കൃത്യമായി ഇതേ ഹാളിൽ സെയിം ഡേയിൽ എനിക്ക് ചെയ്തു തന്നത് മിസ്റ്റർ സ്കാനിയാണ്. എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുന്നു. അതും നമ്മുടെ സൈനബിലെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ. കാരണം നാളെയുടെ വരദാനങ്ങളാണ് ഈ കുട്ടികൾ. ഈ നാടിൻ്റെ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തരാൻ പറ്റുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ അധ്യാപകരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ, ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ കുട്ടികളിലൂടെ ഒരുപക്ഷെ ആഴ്ചയിൽ 5 or 6 ദിവസം, ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് 6 ദിവസമൊക്കെ ഞങ്ങൾ അവരിലേക്ക് കൃത്യമായി സംവേദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. കോളേജിന്റെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ചേടമ്പത്തി രവീന്ദ്രൻ കോട്ട എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങായ ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. ഇബ്രാഹിം മാഷ് എന്താണെന്നോ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നൽകിയ സംഭാവനകളും കാസർഗോഡിന്റെ ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക നഭസിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ പ്രശോഭിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തൂലിക ഏതൊക്കെ രീതിയിൽ ചലിപ്പിച്ചു എന്നൊക്കെ നമുക്ക് അറിയുന്നതോടൊപ്പം മറ്റൊരു പ്രശസ്ത വ്യക്തിയിൽ നിന്ന് കൂടി അതേക്കുറിച്ച് കൂടുതൽ കേൾക്കുവാൻ വേണ്ടി സാധിച്ചത് ഏറെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ സംസാരിച്ചിരുന്ന സൈനബ് മെമ്മോറിയൽ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ ആ മനോഹര ഗാനവും എടുത്തു പറയേണ്ട. കുട്ടികൾക്കും എൻ്റെ വിനീതമായ കൂട്ടുകൾ. കാരണം ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് എൻ്റെ പപ്പയെ അനുസ്മരിക്കാൻ ഇത്രയും നേരം ഇവിടെ ചെലവഴിച്ചതിൽ അതിയായ നന്ദി, കൃതാർത്ഥത, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷം. പിന്നെ എൻ്റെ പപ്പയുടെ പേരിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ പരിപാടിയിലാണ് ഹനീഫ് സാർ പറഞ്ഞത് അടുത്ത വർഷം മുതൽ എൻ്റെ വക പപ്പയുടെ പേരിൽ ഒരു അവാർഡ്
കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ വർഷം ഇങ്ങനെ ഒരു കോളേജ് മാഗസീന് അത് തിരഞ്ഞെടുത്തപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് തോന്നിയത്. കാരണം ഒരു കോളേജിൻ്റെ കുട്ടികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ പപ്പയുടെ പേരിലായപ്പോൾ അത് വളരെയധികം സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ എൻ്റെ പപ്പനെ ഖത്തർ കാണിക്കാൻ SM ബഷീർ സാറാണ് പപ്പൻ്റെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചത്. അങ്ങനെ ഓരോരുത്തരും ഇവിടെ വന്ന ഓരോരുത്തർക്കും പപ്പയോട് ഉള്ള സ്നേഹവും കടപ്പാടും എനിക്കിവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞതാണ്. ഒരിക്കലുള്ളൊരു സംഭവം ഇബ്രാഹിം ഗോവിന്ദ മാഷ് അദ്ദേഹത്തിന്റെ സ്മരണയെ ആദരപൂർവ്വം അനുസ്മരിക്കാൻ ജീവിത സന്ദേശങ്ങൾ പുതുതലമുറയിൽ കൈമാറാൻ അങ്ങനെയുള്ള വായനയാണ് ഒരു സാധാരണ
അദ്ദേഹത്തെ ഉയർത്തുന്നു. അദ്ദേഹത്തെ ഉയർത്തുന്നു, അതിൽ നിന്ന് കണ്ടെത്തും. നമ്മളതിന് പ്രമേയ പരിസരത്ത് അതിന്റെ കഥാ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.